ഹായ് ഓൾ. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ. വർക്കൊക്കെ കഴിഞ്ഞിട്ട് പുലിക്കളിയുടെ ദിവസമായിരുന്നു. അപ്പോൾ ബ്ലോക്കൊക്കെ റൗണ്ടിൽ ബ്ലോക്ക് ആവുന്നത് കൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വരുന്ന വഴിക്ക് ഫ്രൂട്ട്സ് കടയിൽ കോൺ കണ്ട് കയറിയതാണ് കേട്ടോ ചോളം. അപ്പോൾ അത് സ്വീറ്റ് കോൺ ആണോ അല്ലയോ എന്നുള്ള സംശയത്തിലാണ് പോയി നോക്കിയപ്പോൾ സ്വീറ്റ് കോൺ തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ 2 വാങ്ങിച്ചേക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിലേക്ക് വന്ന് അപ്പോൾ തന്നെ ഞാൻ അതൊക്കെ ഒന്ന് പൊളിച്ച് നന്നാക്കി വേവിച്ച് കഴിക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ അതൊക്കെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വന്നപ്പോൾ 2 ആളും കിടന്നുറങ്ങുകയാണ്. ഇസൈവയൊക്കെ കിടന്നുറങ്ങുകയാണ്. അമ്മ ഉറങ്ങി എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് വൻ മണ്ടത്തരം ഉണ്ടോ. അത് ശരിക്കും ഇങ്ങനെ ഒടിച്ചാൽ മതിയായിരുന്നു, അത് വരുമായിരുന്നു. പക്ഷെ ഞാൻ എന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നുണ്ട് ആ സമയത്ത്. അതിപ്പോൾ വീഡിയോ കാണുമ്പോഴാണ് എനിക്ക് ചിരി വരുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് അങ്ങനെ നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണം ജസ്റ്റ് ഒരു മണി എടുത്തിട്ട് കഴിച്ച് നോക്കുകയാണ് കേട്ടോ, മധുരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. സംഭവം നല്ല മധുരം ഉണ്ടായിരുന്നു. എനിക്ക് വേവിച്ച് കഴിച്ചതിനേക്കാളും മധുരം ഇങ്ങനെ പച്ചക്ക് കഴിച്ചപ്പോഴാണ് കേട്ടോ കൂടുതൽ മധുരമുള്ളത് മാതിരി തോന്നിയത്. അപ്പം മധുരം ഉണ്ടെന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ 2-3 അല്ലികളൊക്കെ ഇങ്ങനെ പറിച്ചെടുത്ത് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. സംഭവം നല്ല മധുരം ഉണ്ടായിരുന്നു. നല്ല എനിക്ക് ഈ സ്വീറ്റ് കോൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭ്രാന്താണ്. എനിക്ക് സാധാരണ ചോളത്തിനേക്കാളും ഈ ചോളം ഓൾറെഡി ഇഷ്ടമാണ്. പിന്നെങ്കിലും ഈ സ്വീറ്റ് കോൺ എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ മുൻപന്തിയിലേക്ക് നിൽക്കും കേട്ടോ. അപ്പോൾ ഇവാക്കും അതെ സ്വീറ്റ് കോൺ ഇഷ്ടമാണ്. പിന്നെ ഇസൈ അതെ സ്വീറ്റ് കോൺ കഴിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്ത് നമ്മൾ പീസാക്കി വേവിക്കാനൊക്കെ വെച്ച്, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവപ്പാപ്പ എണീറ്റ് വന്ന്. അപ്പോൾ അവൾ എണീറ്റതിൻ്റെ ആ ഒരു ചിണക്കത്തിലാണ്. അപ്പോൾ അവളെ എടുത്ത് അങ്ങനെ ഞാൻ മുറ്റത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ എപ്പോഴും വീട്ടിലുള്ള സമയത്ത് ഇതേമാതിരി മുളക് ചെടിയിൽ മുളകൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയങ്കര നോക്കലും പരിപാലിക്കലും പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ വർക്കിന് പോയി തുടങ്ങിയപ്പോൾ ഒരു പച്ചമുളക് വന്നാലോ എന്ത് വന്നാലും ഞാൻ അറിയുന്നില്ല, ഞാൻ അതൊന്നും നോക്കുന്നില്ല. എനിക്ക് അതിനൊന്നും നേരം കിട്ടുന്നില്ല. വരുമ്പോഴത്തേനും ക്ഷീണമാവും, പിന്നെ അങ്ങനെ കിടന്നുറങ്ങും. അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇവാൻ്റെ ചിണുക്കം മാറിയില്ല. ഓരോന്നും പറഞ്ഞ് പിന്നെ അതൊരു വാശിയിലേക്കും ഇതിലൊക്കെ ആയി. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണപ്പോൾ കണ്ണു ഒത്തിരിക്കാണ്ടാവുള്ളൂ. പിന്നെ ചോളൊക്കെ പുഴുങ്ങി. ഇവ മാത്രമേ എണീറ്റുണ്ടായിരുന്നുള്ളൂ, ഇസ എണീറ്റുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ചായ കുടിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. ഇവക്ക് പാൽ വെച്ചിട്ടുണ്ട്, എനിക്കൊരു കുറച്ച് കട്ടൻ ചായ വെച്ചിട്ടുണ്ട്. അതാ ഇവ ഒറ്റയ്ക്കെടുത്ത് പറിച്ച് കഴിച്ചോളാമെന്ന് പറഞ്ഞിട്ട് എടുത്ത് കഴിക്കേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അടുത്തതും കൂടെ എടുത്ത് കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവളുടെ കൈ പൊള്ളിയെന്ന് പറഞ്ഞ് കാണിക്കണം കേട്ടോ ഗൈസ്. പിന്നെ ഇത് നെക്സ്റ്റ് ഒരു ഡേ ആണ് കേട്ടോ. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പോൾ രണ്ടും കൂടെ ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ടു എന്നുള്ളൂ. അപ്പോൾ ഈ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരും എന്താ പറയുക, എനിക്ക് എൻ്റെ ദിവസമായിരുന്നു എന്ന് തോന്നുന്നുണ്ട് ഗൈസ്. അതിനിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കടയിലത്തെ ഒരു പയ്യൻ പോവാണ്. അപ്പോൾ അവൻ പോണതിൻ്റെ ഭാഗ്യമായിട്ട് ബിരിയാണി വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക്. അപ്പോൾ ഞാനത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇരിക്കണ ഈ പേട, ഇത് നമ്മുടെ കടയിൽ ഡെയിലി പാൽ വാങ്ങാൻ വരുന്ന ഒരു അച്ചാച്ചനുണ്ട്. അപ്പോൾ ആ അച്ചാച്ചൻ വാങ്ങി തന്നിട്ട് ആളുടെ വീട്ടിലേക്ക് പിള്ളേർക്ക് വാങ്ങിക്കൊടുക്കണതിൻ്റെ ഇടയിൽ ഇവാനൊക്കെ കണ്ടിട്ടുണ്ട് വീട്ടിലേക്ക്. ഞാൻ കടയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അപ്പോൾ പിള്ളേർക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ വാങ്ങി തന്നതാണ്. പിന്നെ ഇത് വേറൊരു അച്ചാച്ചൻ പറമ്പിൽ പോയിട്ട് വന്നതാണ്. അപ്പോൾ ഉണ്ണിപ്പിണ്ടി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പഴം ഇരിക്കുന്നുണ്ട്, കായ ഇരിക്കുന്നുണ്ട്. തരട്ടേയും ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താ തന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ ആൾ വീട്ടിൽ പോയി ഞാൻ പറഞ്ഞു എനിക്ക് ബാഗ് ചെറുതാണ് എന്ന് പറഞ്ഞപ്പോൾ ആൾ വീട്ടിൽ പോയി പാകത്തിന് മുറിച്ചൊക്കെ കൊണ്ടുവന്നു കേട്ടോ. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു ബിരിയാണി, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഇങ്ങനെ കഴിക്കുകയാണ്. ഞാനും കഴിച്ചു കേട്ടോ ബിരിയാണി. ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ടെന്ന് പറയാണ് കേട്ടോ ഇസ പിന്നെ ആദ്യം മാത്രം കഴിച്ചുള്ളൂ, പിന്നെ അങ്ങനെ ഒന്നും കഴിച്ചില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ